ഇന്നത്തെ അറിയിപ്പുകൾ. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടവർക്ക് തിരിച്ചടി. ദക്ഷിണ റെയിൽവേ ചില പ്രതിവാര സ്പെഷ്യൽ സർവീസുകൾ റദ്ദാക്കി. ബംഗളൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള ഏതാനും പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കി. സർവീസ് നടത്തുന്നതിൽ പ്രയാസമാണ് റദ്ദാക്കാൻ കാരണമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഓഗസ്റ്റ് 3-നുള്ള SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് വീക്കിലി സ്പെഷ്യൽ, ഓഗസ്റ്റ് 4-നുള്ള തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു വീക്കിലി സ്പെഷ്യൽ, ഓഗസ്റ്റ് 5-നുള്ള SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് വീക്കിലി സ്പെഷ്യൽ, ഓഗസ്റ്റ് 6-നുള്ള തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു വീക്കിലി സ്പെഷ്യൽ, ജൂലൈ 31-നുള്ള SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് വീക്കിലി സ്പെഷ്യൽ, ഓഗസ്റ്റ് 2-നുള്ള തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു വീക്കിലി സ്പെഷ്യൽ എന്നിവയാണ് റദ്ദാക്കിയത്. ഓഗസ്റ്റ് 1-നും 2-നും 3-നും മൈസൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് പ്രതിദിന ട്രെയിൻ 105 മിനിറ്റ് വൈകി ഓടുമെന്നും റെയിൽവേ അറിയിച്ചു. ട്രെയിനുകളിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ യാത്രയ്ക്ക് മുമ്പ് ട്രെയിൻ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. IIM കോഴിക്കോട് കൊച്ചിയിൽ പുതിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനൊരുങ്ങുന്നു. രാജ്യത്തെ പ്രമുഖ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനമായ IIM കോഴിക്കോട് കൊച്ചിയിൽ പുതിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു. ബിസിനസ് സ്കൂൾ എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ഗവേഷണ പഠനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. IIM കോഴിക്കോട് ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജിയാണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതി നിലവിൽ പ്രാരംഭഘട്ടത്തിലാണെന്നും കൊച്ചിയിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുന്നേറ്റമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അനിശ്ചിതകാല സമരത്തിൽ. നിരക്ക് വർധനയും അമിത കമ്മീഷൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരം ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ തുടരുമെന്ന നിലപാടിലാണ് സംഘടനകൾ. സംസ്ഥാനത്തെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ഓല, ഊബർ, റാപ്പിഡോ സർക്കാർ സംരംഭമായ കേരള സവാരി എന്നിവയുമായി ബന്ധപ്പെട്ട ഡ്രൈവർമാരാണ് സംയുക്തമായി സമരരംഗത്തിറങ്ങിയത്. ന്യായമായ യാത്രാ നിരക്ക്, അമിത കമ്മീഷൻ അവസാനിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സമരത്തിന് മുന്നോടിയായി കമ്പനികളുമായി ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ലെന്നാണ് ഡ്രൈവർ സംഘടനയുടെ ആരോപണം. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സർവീസ് പുനരാരംഭിക്കില്ലെന്ന നിലപാടിലാണ് സംഘടനകൾ. 1000 രൂപയുടെ ഒരു ട്രിപ്പിൽ ഏകദേശം പകുതിയോളം തുക കമ്മീഷനായി കമ്പനികൾ ഈടാക്കുന്നുവെന്നാണ് ഡ്രൈവർമാരുടെ പ്രധാന പരാതി. ഇന്ധനവില വർദ്ധിച്ചതും വാഹന പരിപാലന ചെലവ് കൂടിയതും വരുമാനം ഗണ്യമായി കുറച്ചുവെന്നും അവർ പറയുന്നു. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിയന്ത്രിക്കണമെന്നും നിയമവിരുദ്ധ ബൈക്ക് ടാക്സി സർവീസുകൾ അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. സമരത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർ ഓൺലൈൻ ആപ്പുകൾ ഓഫ് ചെയ്തതോടെ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ ഓൺലൈൻ ടാക്സി സേവനങ്ങൾ തടസ്സപ്പെട്ടു. ഓഫീസുകളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരെ സമരം ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയപാതകളിലെ യാത്ര ഇനി കൂടുതൽ സ്മാർട്ടാകും. യാത്രക്കാർക്കായി AI സഹായവും ഡിജിറ്റൽ ലോക്കൽ പാസ് സംവിധാനവും അവതരിപ്പിച്ച് ദേശീയപാത അതോറിറ്റി. ദേശീയപാത ഉപയോക്താക്കൾക്കായി രാജാമാർഗ് യാത്ര മൊബൈൽ ആപ്പിൽ 2 പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ അവതരിപ്പിച്ച ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ. യാത്രക്കാരുടെ പരാതികൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകാൻ മാർഗ്ഗമിത്ര എന്ന AI ചാറ്റ്ബോട്ടും തദ്ദേശവാസികൾക്കായി ഡിജിറ്റൽ ലോക്കൽ പാസ് സംവിധാനവുമാണ് പുതിയതായി ഉൾപ്പെടുത്തിയത്. മലയാളം ഉൾപ്പെടെ 22 ഇന്ത്യൻ ഭാഷകളിൽ മാർഗ്ഗമിത്ര സേവനം ലഭ്യമാകും. ഫാസ്ടാഗ് റീചാർജ്, KYC, റീഫണ്ട് സ്റ്റാറ്റസ്, പാസ് വിവരങ്ങൾ എന്നിവ അറിയാനും റോഡിലെ തടസ്സങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും ആപ്പിലൂടെ കഴിയും. പരാതികളുടെ പുരോഗതി തത്സമയം പരിശോധിക്കുവാനും ആവശ്യമെങ്കിൽ അപ്പീൽ നൽകാനും സൗകര്യമുണ്ട്. ടോൾ പ്ലാസകളുടെ 20 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് ഇനി വീട്ടിലിരുന്ന് തന്നെ ഡിജിറ്റൽ ലോക്കൽ പാസ് എടുക്കാം. ഡിജി ലോക്കർ വാഹൻ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകൾ ലഭ്യമായ ആപ്പ് ഹൈവേ യാത്രകൾ കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും മാറ്റുമെന്നാണ് NHAIയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.